ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ മനോഹരമായ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നുപോകേണ്ടിയിരിക്കുന്നത്. യൂസുഫ് നബി പറ്റിയുള്ള 3 പാർട്ട് നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. കാരണം അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ സെല്ലു പൊന്നാനി, നമ്മുടെ യൂസുഫ് നബിയെ പറ്റിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷദ്ദാദ് പണി കഴിപ്പിച്ച 400 മുഴം ആഴമുള്ള കിണറ്റിലേക്ക് സഹോദരങ്ങൾ യൂസുഫ് നബിയെ തള്ളിയിട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫ് നബിയെ താങ്ങിയെടുത്ത് സുരക്ഷിതമായ സ്ഥാനത്തിരുത്തുകയായിരുന്നു. ഉടനെ തന്നെ ആ സ്ഥലം മനോഹരമായ പർദീസയായി മാറി. യൂസുഫ് നബിക്ക് തിന്നാനും കുടിക്കാനും ആവശ്യമായ എല്ലാ വസ്തുക്കളും ആ കിണറ്റിൽ വെച്ച് അള്ളാഹു നൽകി. അങ്ങനെ 3 ദിവസം എല്ലാവിധ സുഖ സൗകര്യത്തോടു കൂടി യൂസുഫ് നബി ആ കിണറ്റിൽ താമസിച്ചു. 3-ാം ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫ് നബിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, എഴുന്നേറ്റാലും അങ്ങേക്ക് പുറപ്പെടാനുള്ള സമയമായി. അപ്പോൾ യൂസുഫ് നബി ചോദിച്ചു, എങ്ങോട്ടാണ്? താങ്കളെ അടിമയായി വിൽക്കുവാൻ പോവുകയാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കിണറ്റിലേക്ക് ഒരു തൊട്ടി പതിയെ പതിയെ ഇറങ്ങി വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫ് നബി എടുത്ത് ആ വന്ന തൊട്ടിൽ എടുത്തു വെച്ചു. അങ്ങനെ കിണറ്റിലേക്കിട്ട ആ തൊട്ടി തിരിച്ചു വലിച്ചപ്പോഴാണ് അടിമകൾ അത്ഭുതത്തോടെ നോക്കി. 14 രാവ് വെല്ലുന്ന രൂപത്തിൽ മനോഹരമായ മുഖം പുഞ്ചിരി തൂകി ആ തൊട്ടിൽ യൂസുഫ് നബി ഇരിക്കുന്നു. തൊട്ടി കോരിയ അടിമകൾ തന്റെ കൂടാരത്തിലേക്ക് ഓടി യൂസുഫ് നബി യജമാന് കാഴ്ചവെച്ചു. മദീനയിൽ നിന്നും ഈജിപ്തിലേക്ക് പുറപ്പെട്ട വ്യാപാര സംഘമായിരുന്നു അത്. ഗുസായി വംശത്തിൽപ്പെട്ട മാലിക്കായിരുന്നു വ്യാപാര തലവൻ. യാത്രാവേളയിൽ വഴിയിൽ ഒരു കൂടാരം ഒരുക്കി വിശ്രമിക്കുമ്പോൾ അല്പം വെള്ളത്തിന് വേണ്ടി തന്റെ 2 അടിമകളെ പറഞ്ഞു വിട്ടതായിരുന്നു മാലിക്. ആ അടിമകൾ കൊണ്ടുവന്ന സൗന്ദര്യമുള്ള യൂസുഫ് നബിയെ കണ്ട് മാലിക്കിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെയിരിക്കെ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ അവിടെയും എത്തി. യൂസുഫ് നബിയെ കിണറ്റിലിട്ട പിറ്റേ ദിവസം തന്നെ കിണറ്റിന്റെ വക്കത്തു നിന്ന് യൂസുഫ് നബിയെ വിളിച്ചു. അപ്പോൾ യൂസുഫ് നബിയിൽ നിന്ന് മറുപടി ഉണ്ടായി. യൂസുഫ് നബിയുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ ചില സഹോദരങ്ങൾ കരിങ്കല്ലു പിറക്കി കിണറ്റിലേക്ക് എറിയാൻ ഒരുങ്ങി. പക്ഷെ യഹൂദ തടഞ്ഞു. എന്നിട്ട് യഹൂദ മറ്റു സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവനെ കൊല്ലാൻ നോക്കുകയാണ് എങ്കിൽ ഞാൻ എല്ലാ സത്യവും ഉപ്പയോട് പോയി പറയും എന്ന് പറഞ്ഞപ്പോൾ മറ്റു സഹോദരങ്ങൾ അതിൽ നിന്ന് പിന്മാറി. അങ്ങനെ 3-ാം ദിവസം സഹോദരങ്ങൾ കിണറ്റിന്റെ വക്കത്ത് നിന്ന് യൂസുഫ് നബിയെ വിളിച്ചപ്പോൾ സഹോദരങ്ങൾക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സഹോദരങ്ങൾ അവിടെയെല്ലാം അന്വേഷിച്ചപ്പോഴാണ് സഹോദരങ്ങൾ കൺമുന്നിൽ മാലിക്കിന്റെ കച്ചവട സംഘത്തെ പതിഞ്ഞത്. ആ സഹോദരങ്ങൾ മാലിക്കിനോട് വന്നു ചോദിച്ചു, ഞങ്ങളുടെ ഒരു അടിമ ഒളിച്ചു പോയിട്ടുണ്ട്, ആ അടിമയെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ മാലിക് പറഞ്ഞു, ഞങ്ങൾക്കൊരു യുവാവിനെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ ഒരു അടിമയാവാൻ സാധ്യതയില്ല, ഒരുപാട് സുന്ദരനാണ്. അപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പാക്ക് ഒരു സുന്ദരിയായ അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ മകനാണ്, അതാണ് ഇത്രയും സൗന്ദര്യം. ഞങ്ങളുടെ ഈ അടിമയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിലക്ക് തരാൻ താല്പര്യമുണ്ട്. ആ സമയത്ത് മാലിക് പറഞ്ഞു, എന്റെ അടുത്ത് ആകെ 20 വെള്ളി മാത്രമേ ഉള്ളൂ, എങ്കിൽ അത് തന്നേക്ക്. സഹോദരങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു നിബന്ധന മാത്രം, ഇവ വലിയ സൂത്രശാലിയാണ്, ഈജിപ്തിലേക്ക് എത്തുന്നതുവരെ ഇവന്റെ കൈവിലങ്ങ് വെക്കണം. അങ്ങനെ അവർ ഇരുവരും കരാർ ചെയ്തു. കരാർ പത്രം എഴുതി 20 വെള്ളിക്ക് യൂസുഫ് നബിയെ സഹോദരങ്ങൾ മാലിക്കിന് വിറ്റു. സഹോദരങ്ങളെ പേടിച്ച് ഒരു അക്ഷരം പോലും യൂസുഫ് നബി ആ സമയത്ത് മിണ്ടിയില്ല. മാലിക് തന്റെ പുതിയ അടിമയായ യൂസുഫ് നബിക്ക് വസ്ത്രങ്ങൾ ഇടുകയും കൈവിലങ്ങ് ധരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഘം ഈജിപ്ത് ലക്ഷ്യമാക്കി തിരിച്ചു. യാത്രാവേള യൂസുഫ് നബി തന്റെ ഉമ്മയായ റാഹിലിന്റെ കബർ കാണുകയും യൂസുഫ് നബി വാഹനപ്പുറത്ത് നിന്ന് ചാടി ആ കബറിന്റെ സ്ഥാനത്ത് പോയി പ്രാർത്ഥിച്ചു. ഇത് കണ്ട മറ്റൊരു അടിമ യജമാനായ മാലിക്കിനോട് പറഞ്ഞു, പുതിയ അടിമ നമ്മളെ വിട്ടുപോയിരിക്കുന്നു, അവനെ പിടിച്ചു കൊണ്ടുവരാൻ മാലിക് ഉത്തരവിട്ടു. മാലിഹ് എന്ന അടിമ യൂസുഫ് നബിയെ പിടികൂടാൻ പോയപ്പോൾ ആ അടിമ യൂസുഫ് നബിയുടെ മുഖത്ത് ശക്തമായി അടിച്ചു. ആ അടിയിൽ യൂസുഫ് നബി കരയുകയും ചെയ്തു. ആ സങ്കടം കണ്ട ജിബ്രീൽ അലൈഹിസ്സലാം ഭീകരമായ ചിറകുകൾ ഭൂമിയിൽ അടിച്ചു. നിമിഷ നേരം കൊണ്ട് അന്തരീക്ഷം ആകെ മാറി. ശക്തമായ ഇടിയും മിന്നലും മഴയും പെയ്തു. അത് കണ്ട മാലിക്കിനും കൂട്ടരും ഭയന്നു വിറച്ചു. തങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതായിരിക്കും പെട്ടെന്നുണ്ടായ ദൈവകോപം. ആരാണ് അയാൾ? പെട്ടെന്ന് തന്നെ മാലി എന്ന അടിമ ഓടിക്കെതിച്ച് വന്നു പറഞ്ഞു, യജമാനെ, ചാടിപ്പോയ ദേഷ്യത്തിൽ ഞാൻ പുതിയതായി വന്ന അടിമയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. ഇത് കേട്ട മാലിക് പറഞ്ഞു, നീ അവനോട് ഉടനെ തന്നെ മാപ്പ് പറയണം. ഇത് കേട്ട മാലി എന്ന അടിമ യൂസുഫ് നബിയുടെ കാലിൽ വീണു മാപ്പ് പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി 2 കൈകളും ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. യൂസുഫ് നബി പ്രാർത്ഥിച്ച ഉടനെ തന്നെ അവയെല്ലാം പെട്ടെന്ന് ഇളിച്ചു. ഇതെല്ലാം കണ്ട മാലിക് പറഞ്ഞു, ഇതൊരു സാധാരണ അടിമയല്ല. യൂസുഫ് നബിയോടുള്ള മാലിക്കിന്റെ വാത്സല്യം ഒരുപാട് വർദ്ധിച്ചു. എങ്കിലും കയ്യിലുള്ള വിലങ്ങുകൾ ഊരാൻ അദ്ദേഹം തയ്യാറായില്ല. അങ്ങനെ ഊരിയാൽ അത് വാക്കുലംഘനമാകുമെന്ന് ഓർത്തു. ഈജിപ്തിന്റെ അതിർത്തിയെ എത്തിയ ഉടനെ യൂസുഫ് നബിയുടെ കൈവിലങ്ങുകൾ അദ്ദേഹം അയച്ചു. നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ യൂസുഫ് നബിയെ ധരിപ്പിച്ചു മുന്നിൽ നടത്തുകയായിരുന്നു. എന്നാൽ തെരുവുതോറും യൂസുഫ് നബിയുടെ അതിമനോഹരമായ സൗന്ദര്യം കാണാൻ അവിടെയുള്ള ജനങ്ങളോട് തിരക്കായിരുന്നു. ഈജിപ്തിലെ ഒരു പട്ടണമായ ബുഹൈസാനിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൽപ്രതിമകളും ശിലാദൈവങ്ങളും മുഖം കുത്തി വീണു. ബുഹൈസാനിലെ രാജാവ് കാത്തിരിക്കുകയായിരുന്നു അവരെ. അതിലൊരു കാര്യമുണ്ട്, ആ രാജാവ് തലേ ദിവസം ഒരു സ്വപ്നം കണ്ടിരുന്നു. ഒരു വിശിഷ്ട അതിഥി നിങ്ങളുടെ പട്ടണത്തിലൂടെ നാളെ കടന്നു
പോകും എന്നായിരുന്നു സ്വപ്നം. ആ സ്വപ്നം കണ്ട രാജാവ് നേരം പുലർന്ന ഉടനെ പരിവാര സമേതം പട്ടണത്തിന്റെ അതിർത്തിയിൽ വന്നു നിൽക്കുകയായിരുന്നു. മാലിക്കും സംഘവും പട്ടണത്തിൽ എത്തിയ ഉടനെ ആ രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഒരുപാട് വിഭവങ്ങളുള്ള അതിമനോഹരമായി സദ്യ നൽകുകയും ചെയ്തു. അപ്പോൾ അത് അവിടെയുള്ള ആളുകളുടെ കണ്ണിൽ അതിമനോഹരമായ യൂസുഫ് നബിയിൽ അവർ ആകൃഷ്ടരായി. യൂസുഫ് നബിയുടെ ഭംഗി കണ്ട രാജാവ് യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ യൂസുഫ് നബി അത് എതിർത്തു. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനു മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക എന്നായിരുന്നു യൂസുഫ് നബി പറഞ്ഞത്. അങ്ങനെ അവർ ബുഐസാനിൽ നിന്നും വീണ്ടും യാത്ര തുടങ്ങി ഈജിപ്തിലെത്തി. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് താവളം ഉറപ്പിച്ചു. അപ്പോഴേക്കും ഈജിപ്തിൽ ലോകസുന്ദരൻ വന്നു എന്ന വാർത്ത എല്ലാവരിലും എത്തുകയും നിമിഷം നേരം കൊണ്ട് അവർ താവളമായി ഇരുന്നിരുന്ന സ്ഥലം ജനങ്ങൾ കൊണ്ട് നിറയുകയായിരുന്നു. യൂസുഫ് നബിയെ കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണാൻ വന്നു. അത്രയും മനോഹരമായ ഭംഗിയായിരുന്നു യൂസുഫ് നബിക്ക്. ജനങ്ങളുടെ ശല്യം ഒഴിവാൻ യൂസുഫ് നബിയെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു പവൻ ഫീസ് എന്ന് നിശ്ചയിച്ചു. എന്നാൽ അതൊന്നും ജനങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ല. അവർ ആ ഫീസ് കൊടുത്തു വീണ്ടും വീണ്ടും യൂസുഫ് നബിയെ കാണുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർന്ന ഭാഗം അടുത്ത് നമ്മൾ പാർട്ടായി ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.